ബേസ് വേരിയൻ്റ് ആണ് എന്നുള്ളൊരു ഫീല് കിട്ടാതിരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും ഒരു കാലത്ത് പ്രീമിയം വാഹനങ്ങളിലൊക്കെ നമ്മൾ ഭയങ്കര അത്ഭുതത്തോടു കൂടി പറഞ്ഞിരുന്ന ഫീച്ചറാണ്. കിയ സിറോസിൻ്റെ ഏറ്റവും ബേസ് വേരിയൻറ്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കിയ സിറോസ് എന്ന് പറയുന്ന മോഡലിനെ കിയ കുറച്ച് കാലം മുമ്പ് പുറത്തിറക്കിയിട്ടുള്ള ഒരു മോഡൽ, അതായത് അവർ ഏറ്റവും അവസാനമായിട്ട് പുറത്തിറക്കിയിട്ടുള്ള മോഡലായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിനകത്ത് പങ്കുവച്ചിട്ടുണ്ട്. 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊരു ഡ്രൈവും അതുപോലെ തന്നെ ലോഞ്ചിൻ്റെ സമയത്തുള്ളൊരു വോക്ക് റൗണ്ടും. സാധാരണ സബ് 4 മീറ്റർ SUV-യിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടി റോഡ് പ്രസൻസ് ഉള്ള, കാണാനൊരു യുനീക്ക്നെസ് ഉള്ള, കുറച്ചുകൂടി ഐ കാച്ചിങ് ആയിട്ടുള്ളൊരു മോഡൽ എന്നൊക്കെ നമുക്ക് സിറോസിനെ വിശേഷിപ്പിക്കാം. അതിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ പ്രൈസ് 8.99 lakh rupees-ആണ്. അതായത് 9 ലക്ഷം രൂപയ്ക്ക് നമുക്കിതിൻ്റെ ബേസ് വേരിയൻറ്റ് കിട്ടും. ഏറെക്കുറെ 11 ലക്ഷം രൂപയായിരിക്കും ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരിക. ആ ഒരു പ്രൈസിന് എന്തൊക്കെ കാര്യങ്ങളാണ് കിയ സിറോസിൻ്റെ HTK എന്ന് പറയുന്ന വേരിയൻറ്റിനകത്തുള്ളത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 9 ലക്ഷം മുതൽ 17.8 ലക്ഷം രൂപ വരെയാണ് ഈ വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത്. അതിൽ ഏറ്റവും ബേസിനാണ് ഇപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തുള്ളത്. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും വാഹനത്തിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ വീഡിയോ വേണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പരിഗണിക്കാം എന്നുള്ളതാണ്. സ്വിഫ്റ്റ് ഓൾറെഡി ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതിൻ്റെ കമൻറ്റ് നിങ്ങൾ ചെയ്യേണ്ട എന്ന് പറഞ്ഞാണ്. എൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര യുനീക്ക് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. അത് ഇതിനകത്തും അതേപോലെ തന്നെ നിലനിർത്തുന്നുണ്ട്. ഹെഡ് ലാമ്പിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലജൻ പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ് വന്നിട്ടുള്ളത്. അതുപോലെ DRL ഇതിനകത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് DRL വരും. ഫുള്ളി LED സിസ്റ്റമാണ് വരുന്നത്. എന്നാൽ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം 4 ഫ്രണ്ട് പാർക്കിംഗ് സെൻസറുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആണോ 1, 2 അതേപോലെ 2 അപ്പുറത്ത് വെച്ചിട്ട് 4 പാർക്കിംഗ് സെൻസറുകൾ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഏറെക്കുറെയൊക്കെ ഫ്രണ്ട് അതിൻ്റെ ടോപ്പ് എൻഡിനോട് സമാനമാണ്. കിയൻ്റെ ലെറ്ററിങ്ങും അതുപോലെ തന്നെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഗ്രില്ലും ചെറിയ ഗ്രിൽ യൂണിറ്റും എയർ ഡാം യൂണിറ്റും ഒക്കെയും സെയിം ആണ്. ഫ്രണ്ട് കാണുന്ന സമയത്ത് അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരാം. അതിന് മുമ്പ് കീ ഉണ്ടോ, ശരിക്കും ടോപ്പ് എൻഡിൻ്റെ കീ പോലെ തന്നെയാണ്. അതുപോലെ തന്നെ സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം ഉണ്ട്. ഇതിപ്പോൾ എത്ര വലിയ സൗണ്ടായി തോന്നുന്ന ഈ ഒരു ഇതിനകത്ത് ആയതുകൊണ്ടാണ്. അപ്പോൾ അതൊരു നല്ല അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി. ബേസ് വേരിയൻറ്റിൽ തന്നെ സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ്, അത് മാനുവൽ ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ്. നമുക്കിങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന തരത്തിലാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. 15 ഇഞ്ച് വീലുകളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. 15 ഇഞ്ച് വീലുകൾ എന്ന് പറയുന്ന സമയത്ത് അലോയ് വീലല്ല, വീൽ കവറാണ് വന്നിട്ടുള്ളത്. സ്റ്റീൽ വീലാണ്. അതിൻ്റെ പുറത്തൊരു കവർ കൊടുത്തേക്കുന്നതാണ് എന്നുള്ളതാണ്. ഇൻഡിക്കേറ്റർ കാണാം, അത് ഹാലജൻ ആയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. സൈഡ് വ്യൂ മിറർ, അത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് എന്നുള്ള ഒരു ഗുണമുണ്ട്. അത് അകത്തേക്ക് വരുന്ന സമയത്ത് ഞാൻ പറയാം. വേറെ എല്ലാം തന്നെയും ഏറെക്കുറെ സമാനമായിട്ടുള്ളതാണ്. വളരെ ക്ലാഡിങ്ങുകളൊക്കെ നമുക്ക് അവിടെ കാണാം. ആ ഒരു SUV-ഷ് ലുക്കൊക്കെ കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഈ സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു ബേസ് വേരിയൻ്റ് ആണ് എന്നുള്ളൊരു ഫീല് കിട്ടാതിരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ക്ലാഡിങ്ങിൻ്റെ ഭാഗമൊക്കെ ഇല്ല, നമ്മൾ നേരത്തെ ആ വീഡിയോയിൽ ഹൈലൈറ്റ് ചെയ്തിരുന്ന ഒരു സ്ക്വയറിഷ് ടൈപ്പ് ഒക്കെയും നല്ല ഭംഗിയുണ്ട്. ബാക്കിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും കുറച്ച് കോസ്റ്റ് കട്ടിങ്ങുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വരാം. സിറോസ് എന്ന് പറയുന്ന ബാഡ്ജിങ് ലെറ്ററിംഗ് ഒക്കെ കാണാം. വേറൊരു കാര്യം, റിയർ ക്യാമറ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ദാറ്റ് ഇസ് ഇൻട്രസ്റ്റിംഗ്. വിത്ത് ഗൈഡ് ലൈൻസ് ആണ്. അത് ഞാൻ ഇൻറ്റീരിയർ കാണിക്കുന്ന സമയത്ത് പറയാം. അതുപോലെ തന്നെ 4 പാർക്കിംഗ് സെൻസറുകൾ ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. ടെയിൽ ലാമ്പ് LED ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹാലജൻ ആണ് എന്നുള്ളതിൻ്റെ ഒരു കാര്യമൊന്നും എവിടെയും കാണുന്നില്ല. അതുപോലെ ഇവിടെയും നമുക്ക് കാണാം. ആക്ച്വലി ഇത് റിഫ്ലക്ടർ ആയിട്ടാണ് ഓക്കെ എന്ന് തോന്നുന്നു. എന്നാൽ ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഡീഫോഗർ ലൈൻസ് മിസ്സിംഗ് ആണ്. റിയർ വൈപ്പർ യൂണിറ്റ് മിസ്സിംഗ് ആണ്. ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഷാർഫിൻ ആൻറ്റിനയും കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പെട്ടെന്ന് കോസ്റ്റ് കട്ട് ചെയ്യാവുന്ന ഒരു സാധനമായിരുന്നു ഷാർഫിൻ ആൻറ്റിന, ബട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ബോട്ടിലേക്ക് വരാം. മാനുവലി ഓപ്പറേറ്റിംഗ് ആണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു സബ് 4 മീറ്റർ. പക്ഷേ പാർസൽ ട്രേ മിസ്സിംഗ് ആണ്. പാർസൽ ട്രേ വേണമെങ്കിൽ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങി വെക്കാവുന്നതാണ്. അത്ര വലിയ ടാസ്ക് ഒന്നുമില്ല. അതിൻ്റെ ഉപയോഗം വളരെ കുറച്ചുള്ളവർക്ക് അത് വെക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇത് 60-40 സ്പ്ലിറ്റ് സീറ്റ് അല്ല. അതേപോലെ തന്നെ ഇത് നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് റിയർ സീറ്റ്. അത് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് കുറച്ചും കൂടി നമുക്ക് ആ ഇരിക്കുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഇതൊക്കെ ബാക്കിലേക്ക് വരുന്ന സമയത്തുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ബർഗ്ലാർ അലാറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഡോർ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ്, ഇതിനകത്ത് ഗേറ്റ് തുറക്കാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. എല്ലാവർക്കും അറിയുന്നതാണ്. സെൻട്രൽ ലോക്കിംഗ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ആവശ്യം വല്ലാതില്ല. ഇതാണ് ഇൻറ്റീരിയർ വരുന്നത്. ഇൻറ്റീരിയറിലേക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു പ്രീമിയം ഇൻറ്റീരിയർ നല്ല രീതിയിൽ നിലനിർത്തുന്നുണ്ട്. 11 lakh ഓൺ റോഡ് പ്രൈസിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇൻറ്റീരിയർ ആണ് എന്ന് ഞാൻ പറയും. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിശോധിച്ച് തുടങ്ങാം അല്ലേ. സീറ്റിലേക്ക് വരാം. ഒരു ഫാബ്രിക് അപ്പോൾസ്ട്രിയും അതുപോലെ തന്നെ ഒരു ചെറിയ ലെതർ എലമെൻറ്റുകളും മിക്സ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് ഇത് കാണുന്നതൊക്കെ ലെതറാണ്. അപ്പോൾ ഒരു സെമി ലെതർ ഇൻറ്റീരിയർ ആണെന്ന് പറയാം. ഫാബ്രിക്കാണ് മെയിൻലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. റിക്ലൈനബിൾ സീറ്റാണ്, ബട്ട് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ അല്ല. ചില ഡ്രൈവേഴ്സിന് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ വേണ്ടി വരും. എന്നാൽ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഇല്ല എന്നുള്ള ഒരു കാര്യം നമുക്ക് ഇതിന് കൂടെ ചേർത്ത് പറയേണ്ടതാണ്. ഡോർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രീമിയംനെസ് നിലനിർത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു ബ്രൗൺ കളർ മെറ്റീരിയൽ, അതുപോലെ തന്നെ ഇതൊരു പ്ലാസ്റ്റിക് ആണ്. പവർ വിൻഡോ കൺട്രോൾസ് അതിവിടെ കാണാം. ഇലക്ട്രിക്കലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എല്ലാ
വിൻഡോസും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് എന്നുള്ളതും ഒരു ഹൈലൈറ്റ് ആണ്. ഇൻട്രസ്റ്റിംഗ്. അതുപോലെ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഡി ഷേപ്പ്ഡ് കുറച്ചും കൂടി ഒരു അല്ലേ റൗണ്ടിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീല് നമുക്കിവിടെ കാണാം. കിയൻ്റെ ലോഗോ ഇങ്ങോട്ട് കയറി നിൽക്കുന്ന കേട്ടോ, സെൻറ്ററിലല്ല. അതിപ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്താണ്. ബട്ട് വേറൊരു ഹൈലൈറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അതിനകത്ത് സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ബേസ് വേരിയൻറ്റിൽ അങ്ങനെ സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ് വളരെ കുറവായിരിക്കും ഉണ്ടാവുക. ഇഗ്നീഷൻ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ അല്ല കൊടുത്തേക്കുന്നത്, പകരം കീ ഇട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. അത് ബേസ് വേരിയൻറ്റിൻ്റെ അവരുടെ അവകാശമാണ് എന്നുള്ള രൂപത്തിൽ നിലനിൽക്കുന്ന ഒരു സാധനമാണ്. ഇനി ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനെ കുറിച്ച് പറയാം. പരസ്പരം കണക്റ്റഡ് ആയിട്ടുള്ള 12.3 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അത് ഇതിനകത്തും നിലനിർത്തിയിട്ടുണ്ട്, പരസ്പരം കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നു. അതും കുറച്ചും കൂടി ഒരു പ്രീമിയം കൊടുക്കുന്നുണ്ട്. ഒരു 11 lakhs എന്നുള്ള ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുന്ന സമയത്തിൽ അത് ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്തും ഇതേ സിസ്റ്റം തന്നെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. ഇതിനകത്ത് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ലെഗ് റൂമിൻ്റെയും ഇതിൻ്റെ കാര്യത്തിലൊന്നും അങ്ങനെ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല, മാനുവൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇതൊക്കെ നേരത്തെ നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെയാണ്. അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ്. പെഡൽസും നമുക്കിവിടെ കാണാം. കുഞ്ഞു പെഡലായി പോയോ എന്നൊരു തോന്നലുണ്ടല്ലേ. നൈസ്. ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ഇതിനകത്തുനിന്ന് ഏറ്റവും മിസ്സിംഗ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ സൺറൂഫാണ്. ബേസ് വേരിയൻറ്റിലേക്ക് വരുന്ന സമയത്ത് സൺറൂഫ് ഉണ്ടാവില്ല, സ്വാഭാവികമായിട്ടും അതെല്ലാം ഇതിനകത്തും ഉണ്ടാവില്ല. പിന്നെ കുറേ സാധനങ്ങൾ മിസ്സിംഗ് ഉണ്ട്, സീറ്റ് വെൻറ്റിലേഷൻ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പക്ഷേ ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ള. അതിലൊന്ന് ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്. ഇപ്പോൾ ഒരു ബേസ് വേരിയൻ്റ് എടുക്കുന്ന ആൾക്കാർ കുറേയൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധനമായിരിക്കും ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്. അത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 6 എയർ ബാഗുകൾ ആസ് പെർ ദ സേഫ്റ്റി സ്റ്റാൻഡേർഡ് ഇപ്പം അത്യാവശ്യമാണ്. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അത്യാവശ്യം ആവശ്യമുള്ള സാധനങ്ങളായിട്ട് എനിക്ക് തോന്നി. ഇനി വേറൊരു കാര്യം പറയാം, ഈ HTK എന്ന് പറയുന്ന വേരിയൻറ്റ് ഇതിൻ്റെ പെട്രോൾ എഞ്ചിനകത്ത് മാത്രമാണ് അവൈലബിൾ, മാനുവൽ ട്രാൻസ്മിഷനകത്ത് മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. അതായത് ഇതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ, അതായത് HTK ഓപ്ഷണൽ എന്ന് പറയുന്ന മോഡലിലേക്ക് പോകുമ്പോഴാണ് ഓട്ടോമാറ്റിക്കോ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിനോ ഒക്കെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇതിനകത്ത് ഈ ഒരൊറ്റ മോഡലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ, പെട്രോൾ എഞ്ചിനകത്തേ ഉള്ളൂ, മാനുവൽ ട്രാൻസ്മിഷനകത്ത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഡാഷ്ബോർഡും നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നിലനിർത്തിയിട്ടുണ്ട്. ആ ഒരു ബ്രൗൺ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ വൈറ്റ് സ്റ്റിക്കറാണ്, നമുക്ക് പീൽ ചെയ്ത് കളയാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ. ഇതിനകത്തുള്ള ഫങ്ഷൻസ് കുറേയൊക്കെ ടോപ്പ് എൻഡിലുള്ള പോലെ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കണ്ടിട്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ AC കൺട്രോൾസ് കാര്യങ്ങൾ കാണാം. അതുപോലെ ഇവിടെ ചാർജിങ് പോർട്ടുകളൊക്കെ അതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. മൾട്ടി ഫങ്ഷനിങ് ആണ്. ആണോ, ഇത് USB+ ചാർജിങ് സ്റ്റേഷനായിട്ട് വർക്ക് ചെയ്താണ്. കളർ മാറുന്നുണ്ടല്ലേ. അതുപോലെ 2 USB ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്, 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ടോപ്പ് എൻഡിലുള്ള അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം. ക്യാമറ ഗൈഡ് ലൈൻസ് ഉണ്ടോ, റിവേഴ്സ് ക്യാമറ വിത്ത് ഗൈഡ് ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ പാർക്കിംഗ് സെൻസർ ഓൺ ഓഫ് ബട്ടൺസും ഇവിടെ നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസർ ഓൺ ഓഫ് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡർ വിത്ത് മൊബൈൽ ഫോൺ സോക്കറ്റ്, അതുപോലെ ആംബ്രസ്റ്റും കൊടുത്തിട്ടുണ്ട്. കോസ്റ്റ് കട്ട് ചെയ്യാവുന്ന ഒരു ഏരിയ ആയിരുന്നു. ആംബ്രസ്റ്റും അതിനകത്തുള്ള സ്റ്റോറേജ് സ്പേസും അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറേ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന വ്യത്യാസമുണ്ട്. മീൻസ് ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ഫീലും കാര്യങ്ങളൊക്കെ എൻ്റെ ഡിഫറൻ്റ് ആണ്. അത് നിങ്ങൾ ടോപ്പിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും, ടോപ്പ് മോഡലിൻ്റെ. ഇനിയും ഉണ്ട് കാര്യങ്ങൾ 11 ലക്ഷത്തിൽ. 4 സ്പീക്കർ മ്യൂസിക് സിസ്റ്റം 4 ഡോറിലും ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാ വിൻഡോസും ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഡേ നൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ കൊടുത്തിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക് അല്ല, മാനുവലി ആണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്കൊരു സൺഗ്ലാസ് ഹോൾഡറിനെയും കൊടുത്തിട്ടുണ്ട്. സൺഗ്ലാസ് ഒക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ അത് വെക്കാനുള്ള സഹായം കാര്യങ്ങളൊക്കെ ആവും. പ്ലെയിനാണ്, ഇതിലേക്ക് വരുന്ന സമയത്തും പ്ലെയിനാണ്. രണ്ടിനകത്തും മിററോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. റിയർ സീറ്റിലേക്ക് വരുന്ന സമയത്ത് ഇത് ഓൾറെഡി ചെറിയൊരു സ്ലോപ്പിലാണുള്ളത്, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ലോങ് യാത്രക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഫാമിലിനെ സംബന്ധിച്ചോളം ഇരിക്കാം. ലെഗ് റൂം ഇതിപ്പോൾ ധാരാളം കാണുന്നുണ്ട്, കുറച്ചുകൂടി ബാക്കിൽ കിട്ടും. എന്തായാലും 4 വിരൽ ഗ്യാപ്പ് ലെഗ് റൂമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. ഇവിടെ ഇരിക്കുന്ന സമയത്ത് കുറച്ചും കൂടി കറക്റ്റായിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. തൈ സപ്പോർട്ട് നോക്കൂ, ഓക്കെ ആയിട്ടുള്ളൊരു തൈ സപ്പോർട്ടാണ്. ഭയങ്കര ഗ്രേറ്റ് ആണെന്ന് ഞാൻ പറയില്ല, പക്ഷേ എന്തായാലും എന്നെ സംബന്ധിച്ചോട്ടോ എൻ്റെ അത്ര നീളമുള്ള ആളുകൾക്ക് കുറച്ചുകൂടി കുറവായിരിക്കും, അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിരിക്കും. അതായത് ലെഗ് കുറച്ച് കുറവായിരിക്കും, തൈ സപ്പോർട്ട് കുറച്ച് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. 11 ലക്ഷത്തിൻ്റെ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ റിയറിൽ AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ 2 C-type ചാർജിങ് പോർട്ടും സ്റ്റോറേജ് സ്പേസൊക്കെ നമുക്കവിടെ കാണാം. അപ്പോൾ അങ്ങനെ കാര്യമായിട്ട് കോസ്റ്റ് കട്ട് ചെയ്ത് സെൻട്രൽ ടണലിലേക്ക് വയറിംഗ് ഒന്നും കൊണ്ടുവരാതിരിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ബാക്കിൽ മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ആംബ്രസ്റ്റ് ആണ്. റിയർ ആംബ്രസ്റ്റ് ഇതിനകത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അല്ലേ. ബാക്കിലേക്ക് വരുന്ന സമയത്ത് മറ്റൊരു ഹൈലൈറ്റ് ആണ്, ഇലക്ട്രിക്കലി നമുക്ക് ബാക്കിലത്തെ വിൻഡോസിന് അഡ്ജസ്റ്റ് ചെയ്യാം. അത് ഒരു ബേസ് വേരിയൻ്റ് എന്നൊക്കെ പറയുന്ന സമയത്ത് കുറച്ച് കൂടുതൽ ഫീച്ചർ അല്ലേ. അതേപോലെ ഇവിടെ നമുക്കൊരു ഷെയ്ഡും കൊടുത്തിട്ടുണ്ട്.
ഇതൊക്കെ ശരിക്കും ഒരു കാലത്ത് പ്രീമിയം വാഹനങ്ങളിലൊക്കെ നമ്മൾ ഭയങ്കര അത്ഭുതത്തോടു കൂടി പറഞ്ഞിരുന്ന ഫീച്ചറാണ്. കിയ സിറോസിൻ്റെ ഏറ്റവും ബേസ് വേരിയൻറ്റിനകത്ത് ഇത് അവൈലബിൾ ആണ്. 11 ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസിൽ കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിനകത്തുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും. മിസ്സിങ് എന്തൊക്കെയുണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് കുറവുണ്ട് കൂടുതലുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ച് ഇനി എഞ്ചിനും കൂടി ഞാനൊന്ന് കാണിക്കാം. ഒറ്റ വേരിയൻറ്റിനകത്താണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ബോണറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ബോണറ്റ് ആണല്ലോ, അത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനകത്തേക്ക് വരുന്ന സമയത്തെ ഒരു 1 ലിറ്റർ ടർബോ GDI പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിൻ്റെ കരുത്ത് പകരുന്നത്. ആ ഒരൊറ്റ പെട്രോൾ എഞ്ചിനകത്ത് മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. 998 cc 3 സിലിണ്ടർ ഇൻലൈൻ DOHC പെട്രോൾ എഞ്ചിൻ. അത് 118 bhp പവറും 172 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കും എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനകത്ത് മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനകത്ത് മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. വീണ്ടും പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇല്ല. ഓട്ടോമാറ്റിക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് വേരിയൻറ്റ് മുതൽ നോക്കേണ്ടി വരും. അതായത് HTK ഓപ്ഷണൽ മുതൽ 18ഒക്കെയാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ആ 16, 17 ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഡിപ്പെൻസ് ഓൺ നമ്മുടെ ഡ്രൈവ് എന്നുള്ളതാണ്. സോ ഇതാണ് കിയ സിറോസിൻ്റെ ഏറ്റവും ബേസ് വേരിയൻറ്റ്. അതിൻ്റെ പ്രൈസ് 11 ലക്ഷം രൂപയോളാണ്. ഓൺ റോഡ് പ്രൈസ് 11 സംതിങ് ഒക്കെ ഉണ്ടായിരിക്കും. 9 ലക്ഷം രൂപ, അതായത് 8.99 lakh റുപ്പീസാണ് എക്സ്-ഷോറൂം. 8.99,900 ആണ് ആക്ച്വൽ പ്രൈസ്. 9 ലക്ഷത്തിൻ്റെ ഒരു 100 രൂപ കുറവുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ 9 ലക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് വന്നിട്ടുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മിസ്സായി എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ സംസാരിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ബഡ്ജറ്റീവായിട്ട് വാഹനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്, അതായത് പലപ്പോഴും നമ്മൾ 10 ലക്ഷത്തിൽ താഴെ എങ്ങനെ കിട്ടും, അതുപോലെ തന്നെ 5 ലക്ഷത്തിൻ്റെ അങ്ങനെയൊക്കെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടാണ് വണ്ടികൾ എടുക്കൽ. അപ്പോൾ ഒരു 10 ലക്ഷത്തിന് വണ്ടികൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് 1 ലക്ഷം കൂടി കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഫീച്ചേഴ്സ് കിട്ടുന്ന വേറൊരു വണ്ടി ഒരു പക്ഷേ ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം കൂടി മെൻഷൻ ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത് DKH കിയ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ തിരൂർ ഷോറൂമിലാണ്. അവർ റീസെൻ്റ്ലിയാണ് തിരൂർ ഷോറൂം ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ വെച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് അറിയാനും ഇതുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട് അറിയാനും ഒക്കെ നിങ്ങൾക്ക് അവരെ ബന്ധപ്പെടാം. അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.